ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടല്ലേ നിങ്ങൾ? അതുപോലെ തന്നെ പ്രമോയൊക്കെ വന്നു. അപ്പോൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രയുടെ അഹങ്കാരത്തിന് ഒരു ശമനം ഉണ്ടാകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇത്രയും ദിവസം ഓർത്തിരുന്നത് ചന്ദ്ര ആരാണ്ട് വലിയ സംഭവമാണ്, ചന്ദ്രയുടെ മകൻ പഠിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇത്രയ്ക്കൊക്കെ പഠിപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു വിവാഹം പെട്ടെന്ന് വരുമെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ ചന്ദ്രയ്ക്ക്. അതെല്ലാം പൊട്ടിപ്പാളീസാവുകയാണ്. നമ്മുടെ സുധിയുടെ വില സമൂഹത്തിൽ എന്താണ്, ഇപ്പം സുധിയുടെ ഒരവസ്ഥ എന്താണ് എന്ന് നമ്മുടെ ചന്ദ്ര തിരിച്ചറിയാൻ പോകുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നാളെ കാണുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ആ കാറ് വന്ന് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയൊക്കെ ഒത്തിരി ആകാംക്ഷപൂർവ്വം നോക്കി നിൽക്കുകയാണ്. കാരണം വലിയ കുടുംബത്തിൽ നിന്നാണല്ലോ വരുന്നത്. വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരി. അങ്ങനെ പെട്ടെന്ന് വാ ഭാമേ, നോക്കി നിൽക്കാതെ പെട്ടെന്ന് വാ, അവർ വന്നു എന്നും പറഞ്ഞ് ഫ്രണ്ടിലേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും കാറിൽ നിന്ന് ആരും ഇറങ്ങുന്നില്ല. ഡ്രൈവർ മാത്രം ഇറങ്ങി വരികയാണ്. അപ്പം ഡ്രൈവർ മാത്രം വരുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പന്തികേട് തോന്നി. അങ്ങനെ ഭാമയുടെ മുഖത്തേക്കൊന്ന് ചന്ദ്ര നോക്കിയിട്ട്, ഇതെന്ത് പറ്റി ഭാമേ, ഇതെന്താ വേറെ ആരും ഇല്ലാത്തത്? അയ്യോ, ഒന്നും അറിയില്ലല്ലോ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങോട്ട് അങ്ങോട്ടും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു, അതെ, അവരിന്ന് വരില്ല, അവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണെങ്കിൽ അവരിന്ന് വരില്ല എന്ന് പറഞ്ഞു. അതെന്താ അവരിന്ന് വരാത്തത്? ഇന്നെന്താ അവർക്ക് വല്ല തിരക്ക് വല്ലതും ഉണ്ടോ? ഇനിയിപ്പോൾ നാളത്തേക്ക് വല്ലതും മാറ്റിയോ എന്നിങ്ങനെ ഭാമ ചോദിച്ചപ്പം നാളത്തേക്ക് മാറ്റിയൊന്നുമില്ല, അവർ ഈ വിവാഹാലോചന വേണ്ടെന്ന് വെച്ചു. എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചപ്പോഴത്തേക്കും, അല്ല, ഇയാൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ സ്ത്രീ ആണോ ആ ചെറുക്കൻ്റെ അമ്മ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഭാമ പറഞ്ഞു, അതെ ദേ ഇത് തന്നെയാ, ചന്ദ്ര എന്നാ പേര്, ഇതാണ് ചെറുക്കൻ്റെ അമ്മ. എങ്കിൽ പിന്നെ ചെറുക്കൻ്റെ അമ്മയോട് തന്നെ പറയാം. അതെ, നിങ്ങൾ കാണിക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നും അല്ല. എത്ര കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അതൊക്കെ കണ്ടുപിടിക്കാൻ കേൾപ്പുള്ളവരാണ് മറുവശത്ത് നിൽക്കുന്നതെന്ന് ആലോചിച്ചാൽ കൊള്ളാമായിരുന്നു. നിങ്ങളുടെ മകന് ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നും ആ പെണ്ണ് ഉപേക്ഷിച്ചിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ കേട്ടു. ഈ കാര്യം മറച്ചു വെച്ചിട്ടാണല്ലേ നിങ്ങൾ ഈ വിവാഹത്തിന് തയ്യാറെടുത്തത്? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, മറ്റുള്ളവരെ പൊട്ടന്മാരാക്കാൻ നോക്കരുത്. അവർ വലിയ ദേഷ്യത്തിൽ തന്നെയാണ് ഉള്ളത്. അവരോട് സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കല്യാണം നടന്നേനെ. കാരണം അവർക്കും ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ. ആ മകളെ ആറ്റുനൂറ്റു വളർത്തിയതേ കണ്ട ഇങ്ങനെയുള്ള പയ്യന്മാർക്ക് കൊണ്ടുപോയി കൈപിടിച്ച് കൊടുക്കാനല്ല. ഇവനെ എന്ത് വിശ്വസിച്ച് ഇവൻ്റെ കൂടെ എന്ത് വിശ്വസിച്ച് വിടും ആ പെങ്കൊച്ചിനെ? അങ്ങനെ വിടാൻ പറ്റുമോ? ഇവന് ഇട്ടിട്ട് പോയാൽ എന്നാ ചെയ്യും? പകുതിയാവുമ്പം ഇട്ടിട്ട് പോയി കഴിഞ്ഞാലേ അത് വല്ലാത്ത പ്രശ്നം തന്നെ ആകും. പിന്നെ പണം എത്രയുണ്ടെങ്കിലും ഇതൊക്കെ മറയ്ക്കാമെന്ന് വിചാരിച്ചാലും അഭിമാനമാണ് എല്ലാവരും നോക്കുന്നത്. അങ്ങനെ ഒരു അഭിമാനമില്ലാത്ത കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. കുടുംബത്തെ പറയുന്നില്ല കേട്ടോ, ചെക്കനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ചെക്കൻ്റെ ഈ സ്വഭാവം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. പിന്നെ എങ്ങനെ വിശ്വസിച്ച് ഞങ്ങളുടെ പെണ്ണിനെ തരുമെന്ന് അവർ ചോദിച്ചു. ഇതിവിടെ വന്ന് പറയാൻ പറഞ്ഞു. അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, എങ്കിൽ പിന്നെ ഇത് ഇവിടം വരെ വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ, ഇത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങൾ കാണിച്ച കന്നം തിരിവ്. നിങ്ങൾക്കൊരു വാക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ. നിങ്ങൾക്ക് ഈ കാര്യം നേരത്തെ നിങ്ങൾക്ക് പറയത്തില്ലായിരുന്നോ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ കാണിച്ച കന്നം തിരിവിന് അതേ രീതിയിൽ ഞങ്ങളും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ വില? അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചത്. അല്ലാതെ ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് പറയുന്നതിലും ഭേദമല്ലേ ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം ഇല്ലായിരിക്കുക? അതുകൊണ്ട് അവർ പറഞ്ഞു അവർക്ക് ഈ വിവാഹം വേണ്ട എന്ന്. അതുകൊണ്ട് ഇത്രയും പറയുന്നേ ഉള്ളൂ, ഇത്രയും പറയാൻ വേണ്ടിയേ ഞാനിവിടെ വന്നേന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒരു കൈകൊട്ടങ്ങ് കൊട്ടി. അപ്പോൾ പെട്ടെന്ന് ഈ ഡ്രൈവർ നോക്കിയിട്ടോ, പെട്ടെന്ന് ശ്രദ്ധിച്ചു ഇതെന്താ ഇയാൾ ഈ കാണിക്കുന്നതെന്ന് ഉള്ള രീതിയിൽ. ദേ ഇങ്ങ് വന്നേ സാറേ, ഇങ്ങ് വന്നേ. ഡ്രൈവറാണല്ലേ? ഞാനും ഡ്രൈവർ തന്നെയാണ്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്കിൽ പിന്നെ എന്താ ഒരു സമ്മാനം തരേണ്ടത്? ഈ സന്തോഷ വാർത്ത അറിയിച്ച നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരാതെ വിട്ടു കഴിഞ്ഞാലേ
എനിക്ക് സമാധാനം ഉണ്ടാവില്ല. നിൽക്കേ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി അവിടെ ഉണ്ടാക്കി വെച്ച കുറച്ച് പലഹാരങ്ങളൊക്കെ ഒരു ടിഫിൻ ബോക്സ് പോലത്തെ ഒരു ബോക്സിനകത്ത് കൊണ്ടുവന്നിട്ട് നേരെ വെച്ച് നീട്ടുകയാണ്. അതെ, ഇത് കഴിച്ചോ, ഇതെല്ലാം വേസ്റ്റായി പോവുള്ളൂ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. ഇപ്പം വേറൊന്നും എൻ്റെ കയ്യിൽ തരാനില്ല. കൂടുന്നയാളാണെങ്കിൽ ഒന്ന് കൂടാൻ നമുക്ക്. അല്ലേ, വേണ്ട, അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചാ. എങ്കിൽ പിന്നെ ഇത് തന്നെ അങ്ങ് പിടിക്കുക. ഏതായാലും നല്ലൊരു സന്തോഷ വാർത്ത കേട്ടതല്ലേ. ഇതേ കൊണ്ടുപോയി വണ്ടിയിലല്ലേ പോകുന്നത്. അപ്പം വണ്ടി പോകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചോണ്ടങ്ങ് പോകാം, സന്തോഷമായിട്ട് പൊക്കോ. ഏതായാലും ഈ സന്തോഷ വാർത്ത അറിയിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ സച്ചി കളിയാക്കുകയാണ്. അപ്പോൾ അയാൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു, എന്താ പ്രശ്നം? ഹേയ്, ഒരു പ്രശ്നവും ഇല്ല ചേട്ടാ, ഇവിടുത്തെ പ്രശ്നം ഇതൊക്കെ തന്നെയാ. ഏതായാലും ചേട്ടനെ നല്ല കാര്യം തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഏതായാലും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ പലഹാരങ്ങളൊക്കെ തന്നത്. പിന്നെ ഇതൊക്കെ വേസ്റ്റായി പോകുന്നത് എന്തിനാ? വെറുതെ വേസ്റ്റാക്കി കളയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ അച്ഛാ, ഇയാൾക്ക് കൊടുത്തെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാനും പിന്നെ ഒരു ഡ്രൈവറാണ് കേട്ടോ, നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്രേ, മറച്ചു വെച്ച് അത് എന്ത് കാര്യമാണെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലേ അതൊരിക്കൽ തെളിയും. ആ ഒരു സത്യം പുറത്തു വരും. ഇപ്പം ദേ വിവാഹത്തിന് മുമ്പ് പുറത്തു വന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഇതിലും വലിയ ചീത്തപ്പേരല്ലേ നിൻ്റെ മകനുണ്ടാകാൻ പോകുന്നത്. ആ പെണ്ണ് ഇട്ടിട്ട് പോയാൽ എന്ത് ചെയ്തേനെ? വിവാഹം കഴിഞ്ഞ് ആ പെണ്ണ് നിൻ്റെ മകനെ ഉപേക്ഷിച്ചിട്ട് പോയാൽ എന്ത് ചെയ്തേനെ? അതുകൊണ്ട് ഇനിയെങ്കിലും നോക്കിയും കണ്ടുമൊക്കെ വിവാഹം നടത്താൻ നോക്കേൻ്റെ ചന്ദ്ര. അല്ലാതെ ഇവനെ പിടിച്ച് ഇത്ര ധൃതിയിൽ കെട്ടിക്കാൻ നോക്കിയാലേ ശരിയാവില്ല. നിനക്കൊരു വിചാരമുണ്ട്, പഠിപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന്. പക്ഷേ പഠിപ്പൊരു സമ്പാദ്യം തന്നെയാണ്, അതിൻ്റെ കൂടെ പഠിപ്പിനൊത്ത ജോലി, അതുപോലെ ആത്മാഭിമാനം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. സ്വഭാവ രൂപീകരണം, ഇതൊക്കെ ഉണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതാ ഒരു പുരുഷന്. അത് നീ മനസ്സിലാക്കാതെ പോയി. നിന്റെ സുധീനെ നീ ആദ്യം ഒരു ഉത്തമ മകനാക്കി മാറ്റാതെ ഈ സമൂഹത്തിന് നിലയും വിലയും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പൗരനാക്കി മാറ്റാൻ നോക്കുക. അല്ലാതെ നിന്റെ ചിറകിൻ്റെ അടിയിൽ വെച്ച് വളർത്തിക്കഴിഞ്ഞാലേ നിന്റെ മകനെ പറക്കാനുള്ള ശേഷി കിട്ടത്തില്ല. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ഏതായാലും സുധി പറഞ്ഞു, സുധി അല്ലോട്ടോ സച്ചി പറഞ്ഞു, എൻ്റെ ഈശ്വര, രക്ഷപ്പെട്ടു. ഞാനങ്ങേ പേടിച്ചു പോയായിരുന്നു. ഇനിയിപ്പോൾ ഈ കല്യാണം അങ്ങനെ നടന്നു കഴിഞ്ഞാലേ ഇവൻ ചിലപ്പം എന്ത് കമ്പനി എന്നാ പറഞ്ഞ ഭാമയാന്തി? ഏത് കമ്പനിയെങ്കിലും ആട്ടെ, ആ കമ്പനിയിലെ MD ആയാലോ. പിന്നെ ഇവൻ്റെ മുമ്പിൽ ഞാനും കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വരില്ലേ? എന്തൊക്കെ സ്വപ്നമായിരുന്നു എൻ്റെ അമ്മ കണ്ടത്. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് പൊട്ടിപ്പാളീസായി പോയല്ലോ. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? വീട്ടിൽ അവിടെ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എഴുതി വെക്കുന്ന ഒരു കാണില്ലേ ഈ മതിലിൻ്റെ പുറത്തൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ, വക്കീൽ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുമല്ലോ. അതുപോലെ പെണ്ണിനെ പറ്റിച്ച് പോകുന്നവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ ബോർഡ്, ഇവൻ്റെ വിശേഷങ്ങൾ എഴുതിയ ഒരു ചെറിയ ബോർഡ് അവിടെ ഒട്ടിച്ച് വെച്ചേരെ. അതായിരിക്കും ഇവന് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. ഏതായാലും കുറേ കളിയാക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതെ എൻ്റെ മോന് ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. കളിയാക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിൽക്കുന്ന കണ്ടില്ലേ? എടാ, നിനക്ക് ചമ്മലുണ്ടോടാ? നിന്റെ മുഖം കണ്ടിട്ടേ മറ്റേ ഇഞ്ചി കടിച്ച കുരങ്ങൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ ഉണ്ടല്ലോ നിന്റെ മുഖത്ത് നല്ല ചമ്മലുണ്ട് എന്ന് പറഞ്ഞപ്പം എൻ്റെ മുഖത്ത് ചമ്മലൊന്നുമില്ല. ഈ പറച്ചിലിൽ തന്നെ നീ വെറും അശു. ഞാനൊരു കാര്യം ഒന്നും കൂടെ പറയാം. നിനക്കേ ഒരു ജോലി ഉണ്ടെങ്കിൽ പിന്നെയും എങ്ങനെയെങ്കിലും ഒക്കെ നിനക്ക് തട്ടിയും മുട്ടിയും ജീവിച്ചു പോകാം. ഇനിയിപ്പോൾ ഇവന് ആരും പെണ്ണു കൊടുക്കില്ലേ എന്നാ എനിക്കറിയില്ലാത്തത്. ഏതായാലും എനിക്ക് സമാധാനമായി. എനിക്കിട്ട് പണി തന്ന നിനക്ക് ഒരു 8ൻ്റെ പണി അവർ തന്നല്ലോ. അതും അല്ലടാ, നീ ഒന്ന് ഓർത്തു നോക്കണം. നിങ്ങളിപ്പോൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും ഒക്കെ വിഷമിക്കുക. കാരണം എന്താ? ആ പെണ്ണിൻ്റെ വീട്ടുകാർ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു. ഇതേ സിറ്റുവേഷൻ തന്നെ ആയിരുന്നുവല്ലോ ഈ രേവതിയുടെ അമ്മയ്ക്കൊക്കെ ഉണ്ടായത്. അവരെത്രമാത്രം വിഷമിച്ചുവെന്ന് നീ ഒന്ന് ഓർത്തു നോക്കടാ. നിനക്കേ ഇപ്പം കിട്ടിയിരിക്കുന്നത് അതേ തിരിച്ചടി തന്നെയാണ്. ഇതാണ് പറയുന്നത് ദൈവം പിന്നെ എന്നൊക്കെ പണ്ടായിരുന്നു. ഇപ്പം ദൈവം ഓൺ ദ സ്പോട്ടിൽ പണി കൊടുക്കും. അതൊക്കെ പോട്ടെ, എനിക്ക് ഹാപ്പിയായി. ഇവളെ എൻ്റെ തലയിൽ വെച്ച് കെട്ടിവെച്ച് തന്ന നീ ഏതായാലും ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് കലി വന്നു കേട്ടോ. കാരണം ഏതു നേരവും പറയുമല്ലോ തലയെ കെട്ടിവെച്ചു എന്ന്. രേവതി അങ്ങ് ദേഷ്യം വന്നിട്ട് റൂമിലേക്ക് പോയി. അപ്പോഴത്തേക്കും
നമ്മുടെ ചന്ദ്ര വാമോനെ ബാ നീ സമാധാനപ്പെട്, നീ പോട്ടട മോനെ, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി റൂമിലേക്ക് കയറി വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പം അയ്യോ മോനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, അമ്മയോട് ഞാൻ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് അമ്മയല്ലേ എല്ലാം മുൻകൈ എടുത്ത് ചെയ്തത്, എനിക്ക് ഇച്ചിരി നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ സുധി ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ റൂമിലേക്ക് പോയ രേവതിയുടെ പുറകെ സച്ചി ചെന്നപ്പം തന്നെ നമ്മുടെ രേവതി അങ്ങ് ഓരോന്ന് ഗുണഗുണാന്ന് പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിനക്കിപ്പോൾ എന്താ പ്രശ്നം? അല്ല, സുധിക്ക് വിവാഹം നടന്നില്ലെന്ന് ഓർത്തുകൊണ്ട് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നും എൻ്റെ പ്രശ്നമല്ല. നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ തലയിൽ കയറി ഇരിക്കുക, നിങ്ങൾ എന്നെ നിങ്ങളുടെ തലയെ കെട്ടിവെച്ചു എന്ന്. ആര് കെട്ടിവെച്ചു എന്നാണ് നിങ്ങളീ പറയുന്നത്? അതെ, നിങ്ങൾ പറയുന്ന വാക്കുകൾ അതേ രീതിയിൽ എനിക്ക് പറയാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് വേദനിച്ചാലോ? ഹേയ്, എനിക്ക് വേദനിക്കൂല എന്നിങ്ങനെ സച്ചി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദനിക്കില്ല. അങ്ങനെ വേദനിക്കണമെങ്കിലേ ഒരു മനസ്സ് വേണം, ഒരു മനസ്സ്. ദേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെപ്പോലെ ഒരുത്തനെ കെട്ടിയതാ ഞാൻ ഈ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ നിർഭാഗ്യം എന്ന് കരുതുന്നത്. അതെന്താ എന്നെ കെട്ടിയത് നിനക്ക് ഇത്ര വലിയ നിർഭാഗ്യമായത്? വേറൊന്നുമല്ല, കൂട്ടുകാരന്മാരുടെ കൂടെ കൊണ്ടുപോയി അവിടെ കുടിച്ചു കൂത്താടി ഒരു പെണ്ണിനെ അവിടെ വെച്ച് എന്തൊക്കെയാണ് ഞാൻ കേട്ടത്? അതും ആ ഹൗസ് ഓണറുടെ വായിൽ നിന്ന് ഞാൻ എന്തൊക്കെ കേട്ടു? നിങ്ങൾ എതിർത്തൊരു വാക്ക് പറഞ്ഞോ? ഇല്ല. എന്നിട്ടും ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ തടയാതെ നിങ്ങൾ അതെല്ലാം കണ്ട് രസിച്ചില്ലേ? എന്നിട്ട് അതൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു. ഇതൊന്നും ചോദിക്കാത്തതേ എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല, നീറ് ഞാൻ നടക്കായിരുന്നു. നിങ്ങളെ ദുഷ്ടൻ, വെറും ദുഷ്ടൻ, നിങ്ങൾക്ക് മനസ്സെന്ന് പറയുന്നൊരു സാധനമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് നീ ഇവിടെ തന്നെ കിടന്ന് സംസാരിച്ചോ, ഞാൻ പോകുക, എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതിന് ശേഷം കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്ര നേരെ അമ്പലത്തിലൊക്കെ പോയി നിൽക്കുകയാണ്. അമ്പലത്തിൽ പോയി കരഞ്ഞ് അവിടെ ഇരിക്കുക. അങ്ങനെ ഭാമ ചെന്നിട്ട് ചന്ദ്രനെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരികയാണ്. കാരണം ഭാമയ്ക്കും വീട്ടിലെല്ലാവരുമായിട്ട് ഇടപെടാനും, അതായത് എല്ലാവരെയും ഒന്ന് നോക്കാനൊക്കെ ചെറിയൊരു ചമ്മലും മടിയുമൊക്കെ, അതുപോലെ നാണം കെട്ടില്ലേ. അങ്ങനെ നമ്മുടെ ഭാമയാണ് ചന്ദ്രനെ പോയി കൂട്ടിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ചന്ദ്ര വീട്ടിലെത്തുന്നു. ചന്ദ്ര വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും സുധി എന്തിയെന്ന് തിരക്കുന്നുണ്ട് കേട്ടോ. അപ്പം സുധി എന്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി മറുപടി ഒന്നും പറയുന്നില്ല, ഒരു കാര്യവും പറയുന്നില്ല സുധി. എന്താടി നീ മിണ്ടാതിരിക്കുന്നത്? നിൻ്റെ വായിക്കകത്ത് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? സുധി എന്തിയെന്നാണ് ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു അവൻ ദേ അവിടെ ഇരിപ്പുണ്ടല്ലോ, നീ പോയപ്പോൾ എവിടെയായിരുന്നു? അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓടി ചെല്ലുകയാണ് നമ്മുടെ സുധിയുടെ അടുത്തേക്ക് ചന്ദ്ര. അങ്ങനെ സുധീനെ സമാധാനപ്പെടുത്താണ് കേട്ടോ. സാരമില്ല മോനെ, പോട്ടെ, നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്കിതല്ല വേറൊരു നല്ല ബന്ധം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി ഒരു വിവാഹം എനിക്ക് വേണ്ട അമ്മേ എന്നൊക്കെ ഇങ്ങനെ സുധി പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും സുധി പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുന്നു പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് സുധി. അങ്ങനെ സുധീനെ സമാധാനപ്പെടുത്തുന്ന കുറച്ച് രംഗങ്ങളൊക്കെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, ആ സീനാണ് നമ്മളൊക്കെ കാണേണ്ട സീന്. അത് നമ്മുടെ രേവതി വഴി കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ചേട്ടനെ കാണുന്നു. നമ്മുടെ രേവതിയുടെ പരിചയക്കാരനാണ്. അങ്ങനെ രേവതിനെ കണ്ടത് വണ്ടിയൊക്കെ നിർത്തിയിട്ട് വിശേഷമൊക്കെ തിരക്കുന്നതിൻ്റെ ഇടയിൽ മോളുടെ ഭർത്താവ് നല്ലതാണ് കേട്ടോ. മോളുടെ ഭർത്താവ് അതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് മോളുടെ ഭാഗ്യം തന്നെയാണ്. ഇടപെടാനൊക്കെ അതായത് ഇടപെടുന്ന രീതിയൊക്കെ നല്ല രീതിയാണ്, നല്ലൊരു ചെറുക്കനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് എങ്ങനെ അറിയാം എന്നിങ്ങനെ അയാളോട് ചോദിച്ചപ്പം അതെ നമ്മുടെ പണയക്കടയില്ലേ അവിടെ വന്നായിരുന്നു. ആ ഫൈനാൻസിൽ വന്നിട്ടാണ് ഒരു മാല പണയം വെക്കാൻ വന്നതാ. എന്നോട് ചോദിച്ചതിനേക്കാൾ കുറച്ച് പൈസയും കൂടെ കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നല്ല പയ്യനാട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ രേവതി മനസ്സിലാക്കുന്ന ആ ഒരു നഗ്ന സത്യം, വേറൊന്നുമല്ല, രേവതിയുടെ മാല പണയം വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഏതായാലും ഇനി പുകിലാണ് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വിശേഷം വരെയൊക്കെയാണ് നമ്മൾ നാളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് കാണാം. അതുപോലെ ചിന്നൂസ് വേൾഡിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറക്കാതെ ചിന്നൂസ് വേൾഡിലും ഒന്ന് പോയി നോക്കണേ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.